ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ പരീക്ഷിക്കാനായി ഫരിസേയർ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അപ്പോൾ യേശുനാഥനാകട്ടെ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. ആദ്യം മുതലേ അതങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം തന്നത്. ദൈവം ആഗ്രഹിച്ചിരുന്നത് സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ ഒന്നായിത്തീരുന്നത് മരണം വരെയും അവരങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ്. അതിനിടയിൽ ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മനോഹരമായ കാര്യം, ഈ ചില തിന്മ നിറഞ്ഞ സംഭവങ്ങളെ ദൈവത്തിന് നന്മ നിറഞ്ഞതാക്കി മാറ്റാൻ പറ്റും. ഇവിടെ യേശുനാഥനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഫരിസേയർ ഇങ്ങനെ ഒരു ചോദ്യമായി വരുന്നത്. ഒരു കുടില ചോദ്യമാണ്. യേശുനാഥനെ കുടുക്കുക എന്നുള്ള ഒരു താല്പര്യമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അതായത് മോശയുടെ നിയമത്തിനെതിരായി യേശുനാഥൻ പറയുകയാണെങ്കിൽ യേശുനാഥനെ കൊടുക്കാം. അങ്ങനെയല്ല, സ്ത്രീയെ ഉപേക്ഷിക്കാൻ യേശുനാഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശുനാഥൻ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യരിൽ കുറേ അധികം സ്ത്രീകളും ഉണ്ടായിരുന്നു, അവർക്കെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിലും കുറ്റം ചുമത്താൻ സാധിക്കും. അങ്ങനെ കൊടുക്കാനായി കൊണ്ടുവന്ന ഒരു തിന്മ നിറഞ്ഞ ചോദ്യം. എന്നാൽ ദൈവം എല്ലാ തിന്മകളെയും നന്മയാക്കി മാറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ആ ചോദ്യം സ്വീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി എന്താണ് വിവാഹ ജീവിതം എന്നതിൻ്റെ നന്മയെ എടുത്തു കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നത് ദൈവം ആഗ്രഹിച്ചിരുന്നത് സ്ത്രീയും പുരുഷനും ഒന്നായി തീരണമെന്നാണ്. അപ്പോൾ ദൈവാഗ്രഹത്തിനെതിരെ എപ്പോഴാണ് മനുഷ്യൻ സംസാരിക്കുന്നത്, അത് അവൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യ നിമിത്തമാണ്, അത് അവൻ്റെ തിന്മ നിമിത്തമാണെന്ന് യേശുനാഥൻ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, പരസംഗം മൂലമല്ലാതെ ഒരുവൻ സ്ത്രീയെ ഉപേക്ഷിക്കരുത്, സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. ഈ പരസംഗം എന്ന് പറയുന്നത് തന്നെ സ്ത്രീയും പുരുഷനും ഈ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സമ്മതത്തിൻ്റെയും ഉത്തരവാദിത്വത്തോടു കൂടെയാണ്. അപ്പം വിവാഹം കഴിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നതാണ്. എന്നാൽ വിവാഹം കഴിച്ച ഒരാൾ മറ്റൊരാളുമായി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ ആ വിവാഹത്തിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഉപേക്ഷിക്കാനുള്ളത്. അപ്പോൾ ഇതും മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവാഹ ബന്ധത്തിലെ ആ സ്നേഹത്തിൻ്റെ ബന്ധം പോലും അത് വെറും ശരീരത്തിൻ്റേത് മാത്രമല്ല, അത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബന്ധമാണെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, അദ്ദേഹം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ജർമ്മനി പിടിച്ചെടുത്തിരുന്ന പോളണ്ടിലെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ധീരം രക്തസാക്ഷിത്വം വഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോലും രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ അവിടെ കുറേ പേരെ കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ തീരുമാനിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിൽ ഒരാൾ നിലവിളിച്ച് കരയുകയാണ്, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, ഞാൻ മരിച്ചുപോയ അവർക്ക് ആരുമില്ലാന്ന്. ഇത് കേട്ടിട്ടാണ് ഈ മാക്സിമിലിയൻ കോൾബെ മുന്നോട്ട് വന്നിട്ട് ഞാൻ അവന് വേണ്ടി മരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം ആ ജീവിതം തന്നെ ഈ മനുഷ്യന് വേണ്ടി സമർപ്പിച്ചത് അവന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ഭാര്യയും മക്കളെയും കൂടി ഓർത്തിട്ടാണ്. അതായത് ഒരു കുടുംബത്തെ ഓർത്താണ് മാക്സിമിലിയൻ കോൾബെ സ്വന്തം ജീവിതം പരിത്യജിച്ചത്. അപ്പോൾ അദ്ദേഹം എത്രമാത്രം ഒരു കുടുംബത്തെ ആ കുടുംബത്തിലുണ്ടായിരുന്ന അംഗങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയാണ് അദ്ദേഹത്തെ പോലും മരണത്തിന് വിധിക്കുവാൻ തയ്യാറാക്കിയത്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണമായിരുന്നു അവിടെ നടത്തിയത്. തൻ്റെ ജീവനേക്കാളും സ്നേഹിതനെ സ്നേഹിച്ചിരുന്ന ഒരു ജീവിതം, അത് ഇദ്ദേഹം ആരെന്ന് പോലും അറിയാത്തൊരു മനുഷ്യന് വേണ്ടിയാണ് ജീവിതം സമർപ്പിച്ചത്. അവിടെയാണ് ആ ക്രിസ്തു ത്യാഗത്തിൻ്റെ മനോഹാരിത കോൾബയിൽ നമ്മൾ കാണുന്നത്. എങ്കിലും അതിൻ്റെ ഒരു കാരണം ആ കുടുംബജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ കുടുംബത്തിന് എത്രയധികം പ്രാധാന്യമുണ്ടെന്ന് ഈ വിശുദ്ധനും നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായും നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരും കുടുംബത്തിന് നൽകേണ്ട, ഇന്ന് കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത് ഇതുപോലെ സ്നേഹബന്ധങ്ങളുടെ തകർച്ചയിലാണ്. അപ്പോൾ ആ സ്നേഹബന്ധങ്ങളുടെ തകർച്ചയിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. കുടുംബത്തിന് വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ വിശുദ്ധർ തയ്യാറായിരുന്നത് അത്രമാത്രം മനോഹാരിതവും അത്രമാത്രം വിശുദ്ധവുമായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.